പുലി ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു എന്ന വളരെ ശുഭകരമായ വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ജനവാസ മേഖലയിൽ രാവിലെ പുലർച്ചെ ഇറങ്ങിയ പുലിയെ പുലർച്ചെ ആ വഴി പോയ ആളുകളാണ് കണ്ടത്. പിന്നീട് അവർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസും മറ്റ് മാധ്യമങ്ങളും ഒക്കെ അവിടെ എത്തുകയും ഒക്കെ ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ഒരു പരിശ്രമം വളരെ വിജയകരമായി തന്നെ പൂർത്തിയായിരിക്കുന്നതിന്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. സച്ചിൻ വള്ളിക്കാട് തുടരുന്നുണ്ട്. സച്ചിൻ, തീർത്തും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നേരത്തെ കണ്ടതാണ്, അഭിനന്ദിക്കുന്ന കാഴ്ച തന്നെയാണ്. കൈയടിച്ചുകൊണ്ടാണ് കൊല്ലങ്കോടുള്ള ആളുകൾ RRT സംഘത്തെ അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തീർത്തും അഭിനന്ദനാർഹമായ പ്രവൃത്തി തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. പലതവണ പുലി RRT സംഘത്തിന് നേരെ ആക്രോശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ വിജയകരമായി തന്നെ പുലിയെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കൂട്ടിലാക്കാൻ സാധിച്ചു എന്നത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. സച്ചിൻ, പുലിയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയതിനു ശേഷം കൂട്ടിലാക്കിയതിനു ശേഷം ഇതിലേക്ക് നിലവിൽ കയറ്റാൻ കൊണ്ടുപോവുകയാണ്. പൂർണ്ണമായും പുലിയെ കീഴ്പ്പെടുത്താൻ വലിയ രീതിയിലുള്ളൊരു വിജയം തന്നെയാണ്. കാരണം RRT സംഘവും അതുപോലെ തന്നെ വനംവകുപ്പും പോലീസും വെറ്റിനറി വിഭാഗവും എല്ലാം ചേർന്ന് നീണ്ട 6 മണിക്കൂറോളം നീണ്ട വലിയ രീതിയിലുള്ളൊരു പ്രയത്നത്തിനൊടുവിലാണ് ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടായ ഒരു വിജയം തന്നെയാണ്. കാരണം ആളുകളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലൊരു സംയമനം ഉണ്ടായി. കാരണം വലിയ രീതിയിലുള്ള പോസ്റ്റിനെയും അതുപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിക്കുകയും തുടർന്ന് ഫോറസ്റ്റ് വിഭാഗവും പോലീസും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പുലിയെ നിരീക്ഷിക്കുകയും പ്രാഥമികമായ മയക്കുവെടി വെക്കേണ്ട കാര്യങ്ങളുടെ ചർച്ചകൾ നടത്തുകയും തുടർന്ന് വെറ്റിനറി സർജൻ ഡേവിഡ് എബ്രഹാമിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡേവിഡ് എബ്രഹാം രാവിലെ ഒരു 10:30 സംഭവ സ്ഥലത്തെത്തുകയും നിരീക്ഷിച്ചതിന് ശേഷം 12 മണിയോടുകൂടെ പുലിയെ പൂർണ്ണമായി വിജയകരമായി പുലിയെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു. പുലിയെ രക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ കൂട്ടിലാക്കിയതിന് ശേഷം ഇപ്പോൾ വാഹനത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ്. വലിയൊരു വിജയം തന്നെയാണിത്. കാരണം നാട്ടുകാരടക്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം 6 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള വിജയം നേടാൻ വേണ്ടി. സച്ചിൻ, ഇനി എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും ചികിത്സ നൽകേണ്ടതുണ്ട്. ഏറ്റവും അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പുലിയെ മാറ്റേണ്ടതുണ്ട്. ധോണിയിൽ നിന്ന് എത്തിച്ച കൂട്ടിലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ധോണിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? സച്ചിനിലേക്ക് എത്താം. എന്തായാലും കൊല്ലങ്കോട് ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് കമ്പിവേലിയിൽ പുലി കുടുങ്ങുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ വിജയകരമായി തന്നെ ആ ഒരു ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ധോണിയിൽ നിന്നെത്തിയ RRT സംഘം കൃത്യമായി തന്നെ പുലിയെ കൂട്ടിലാക്കിയിരിക്കുന്നു. ഇനിയുള്ള ആശങ്ക എന്ന് പറയുന്നത് മണിക്കൂറുകളോളം കമ്പിവേലിയിൽ കുരുങ്ങിക്കിടന്ന പുലിയാണ്. ഇപ്പോൾ മയക്കുവെടി വെച്ച പുലിയാണ്. ഈ ഒരു പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികമായും അതിനെ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ധോണിയിൽ നിന്ന് എത്തിയ RRT സംഘമാണ്. മെഡിക്കൽ ഉദ്യോഗസ്ഥരടക്കം ഡോക്ടർമാരടക്കമുള്ള സംഘമാണ് ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചത്. സ്വാഭാവികമായും അവർ ധോണിയിലേക്ക് തന്നെയാണോ പുലിയെ കൊണ്ടുപോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. സച്ചിൻ വള്ളിക്കാട് ചേരുമ്പോൾ സ്വാഭാവികമായും അത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കൊല്ലങ്കോട് ഇപ്പോൾ കുടുങ്ങിയ പുലിയെ വളരെ ദൗത്യം വിജയകരമായി കൊണ്ട് ഏറ്റവും അഭിനന്ദനാർഹമായ രീതിയിൽ തന്നെ RRT സംഘം പിടികൂടിയിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നേരത്തെ കണ്ടതാണ്. പലതവണ കുതറി മാറാനൊക്കെ പുലി ശ്രമിച്ചിരുന്നു. മയക്കുവെടി വെക്കുന്നതിന് മുൻപും ശേഷവും RRT ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രോശിക്കുന്നതും പാഞ്ഞെടുക്കുന്നതുമായി പുലി പലതരത്തിൽ പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം വകവയ്ക്കാതെ വളരെ വിജയകരമായി തന്നെ ദൗത്യം പൂർത്തീകരിക്കുന്നതാണ് കണ്ടത്. വളരെ സാഹസികമായി തന്നെയാണ് RRT സംഘം ഇപ്പോൾ പുലിയെ കൂട്ടിലാക്കിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പുലിക്ക് ആവശ്യമായ ചികിത്സ നൽകുക തന്നെയായിരിക്കും ചെയ്യുക.
ഒരു റൗണ്ട് മയക്കുവെടിയാണ് പുലിയെ വെച്ചത്. ആദ്യ റൗണ്ട് മയക്കുവെടി വെച്ചതിന് ശേഷം പുലിയെ 10 മിനിറ്റ് RRT സംഘം നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കമ്പിവേലിക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് കൂട്ടിലേക്ക് കയറ്റുകയായിരുന്നു. സച്ചിൻ വള്ളിക്കാട് തുടരുന്നുണ്ട്. സച്ചിൻ, പുലിയെ ധോണിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ധോണിയിൽ നിന്ന് എത്തിച്ച കൂട്ടിലേക്കാണ് RRT സംഘം ഇപ്പോൾ പുലിയെ കയറ്റിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ചികിത്സ നൽകേണ്ടത് അനിവാര്യത തന്നെയാണ്. ധോണിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? അഞ്ജന, പുലിയുടെ പരിക്കുകൾ വെറ്റിനറി സർജൻ ഡേവിഡ് എബ്രഹാം വിലയിരുത്തിയ ശേഷമായിരിക്കും ധോണിയിലേക്കാണോ അതോ മണ്ണുത്തി വെറ്റിനറി സർവകലാശാല ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോകുക എന്ന തീരുമാനമെടുക്കുക. കാരണം പുലിക്ക് നിലവിൽ പരിക്കുകൾ ചെറുതായിട്ട് പരിക്കുകൾ ഏറ്റിട്ടുണ്ടാവും. 6 മണിക്കൂറിന് മേലെയായി പുലി ഇത്തരത്തിൽ കമ്പിവേലിക്കുള്ളിൽ കുടുങ്ങിയിട്ട്. അപ്പോൾ നിലവിലെ പരിക്കുകളുടെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും പുലിയെ ധോണിയിലേക്കാണോ അതോ മണ്ണുത്തിയിലേക്കാണോ കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പുലിയെ ഇവിടുന്ന് പൂർണ്ണമായും രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ്. ഇത്രയും മണിക്കൂറുകളോളം നിങ്ങളുടെ ഒരു ആശങ്കക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. പുലിയെ നിലവിൽ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ പരിശോധന വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ നടക്കും. അതിനുശേഷം എവിടേക്കാണ് കൊണ്ടുപോവുക എന്ന കാര്യങ്ങൾ തീരുമാനിക്കും. ആദ്യഘട്ട മയക്കുവെടി വെച്ചതിന് ശേഷമാണ് പുലിയെ കൂട്ടിലാക്കിയിരിക്കുന്നത്. വല അതുപോലെ തന്നെ കൂടടക്കം പുലിയുടെ തൊട്ടടുത്ത് എത്തിച്ചു. ആ സമയത്ത് പോലും പുലി ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചീറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. എന്നിട്ട് പോലും വലിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയൊരു സാഹസികമായാണ് പുലിയെ കീഴ്പ്പെടുത്തി കൂട്ടിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവരുടെയും പോലീസ് അടക്കമുള്ള ആളുകളുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് പുലിയെ വിജയകരമായ രീതിയിൽ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത്. രാവിലെ തന്നെ പുലി കുടുങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസും വനംവകുപ്പും എത്തി പുലിയെ നിരീക്ഷിക്കുകയായിരുന്നു. സമീപത്ത് വലിയൊരു ജനക്കൂട്ടം ഉണ്ടായപ്പോൾ അവരെ അടക്കം കയറുകൾ കെട്ടി നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചു. പുലിയെ പ്രകോപിതരാകാതിരിക്കാൻ വേണ്ടിയുള്ള പൂർണ്ണമായ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷമാണ് പാലക്കാട് നിന്നും വെറ്റിനറി സർജൻ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സംഘമെത്തി ആദ്യഘട്ട മയക്കുമടി വെച്ചത്. RRT സംഘവും മറ്റും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുലിയെ കൂട്ടിൽ ആക്കി വാഹനത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലിയെ കൂട്ടിലാക്കിക്കൊണ്ട് ഇപ്പോൾ അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വെറ്റിനറി സർജൻ പരിശോധിച്ച ശേഷമായിരിക്കും ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റുക. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും മണിക്കൂറുകളോളം കൊല്ലങ്കോട് ഭാഗത്തുള്ള പ്രദേശവാസികളുടെ ഉറക്കം കളഞ്ഞ പുലിയെ ഇപ്പോൾ കൂട്ടിലാക്കിയിരിക്കുകയാണ്. ഏകദേശം 6-6.5 മണിക്കൂറോളം ആ ഒരു കമ്പിവേലിയിൽ കുടുങ്ങിക്കിടന്ന പുലിയെ വളരെ അഭിനന്ദനാർഹമായ രീതിയിൽ തന്നെ വളരെ സാഹസികമായി കൊണ്ട് തന്നെയാണ് RRT സംഘം അവിടെ എത്തി മയക്കുവെടി വെച്ച് ഇപ്പോൾ കൂട്ടിലാക്കി കൊണ്ടുപോകുന്നത്. നിലവിൽ പുലിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ വെറ്റിനറി സർജൻ പരിശോധിച്ച ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പുലിക്കുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷമായിരിക്കും മണ്ണുത്തിയിലേക്കാണോ അതോ ധോണിയിലേക്കാണോ പുലിയെ കൊണ്ടുപോകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമാകുക.